നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കഴിഞ്ഞ തവണ സുതിമോൻ കേറിയപ്പോഴേ അമ്മ വാഷിംഗ് മെഷീൻ പോലെയായിരുന്നു കറങ്ങിയത്. ഇതിപ്പോ കേടായ മിക്സിയുടെ ജാറ് പോലെയാണല്ലോ, ചെറിയ വിറവല്ലേ. എന്നാടാ സുതിമോനെ നിന്റെ വരവിനൊരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത? എന്തോ ഇവിടെ എന്തോ വിശേഷം നടക്കാൻ പോകുന്നെന്ന് ഞാൻ അറിഞ്ഞു. നിത്യമോടെ കല്യാണം. മോന്റെ ചങ്കായ ശരത്ത് മോനാ കെട്ടുന്നത്. ശരത്തേ, എന്താ സുധി സാറേ? പല സുധി സാറേ, എന്റെ അനിയത്തി നീ പൊന്നുപോലെ നോക്കണം. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ സുതിമോനെ? തങ്കം പോലെ നോക്കും. ശരത്ത് മോനല്ലയോ ആള്? മനോഹരാ, അല്ല അച്ഛാ. ഇപ്പൊ അങ്ങനെ അത് സാരമില്ലെന്നേ. ഏതൊരാത്മാവിനും ഒരു അബദ്ധം പറ്റും. മോൻ പറഞ്ഞാട്ടെ. ഇവിടെ വേറൊരു വിശേഷം നടക്കാൻ പോകുന്നുണ്ടല്ലോ. ദേവികയുടെ കല്യാണം. അതും പ്ലാനിങ്ങിലാ മോനെ. കല്യാണക്കത്ത് ഭൂമിയിൽ അച്ചടിക്കുന്നതിന് മുമ്പ് അത് മോനെ സ്വർഗത്തിൽ കിട്ടിയോ? അത് നടത്തരുത് അച്ഛാ. അങ്ങനെ ആരും വേറെ ജീവിക്കണ്ട. അയ്യോടാ, പിന്നെ ദേവിക മോള് എന്ത് ചെയ്യണായിരുന്നു മോനെ? മോന്റെ ചിതയെ ചാടി ആത്മഹത്യ ചെയ്യണായിരുന്നു. സുധി, സതി ഇപ്പൊ ഇല്ല. അച്ഛനെന്താ ഒരുമാതിരി സുധിയേട്ടനെ കളിയാക്കുന്ന പോലെ സംസാരിക്കുന്നേ? സുധിയേട്ടൻ പറയുന്നെങ്കിൽ കേട്ടാ പോരെ? സുധിയേട്ടൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം. പറയച്ചാ, അച്ഛൻ പറയച്ചാ. മോനെ, എടാ നിന്റെ മുത്തശ്ശിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടടാ. എന്താ പ്രശ്നം? ഈ പ്രശ്നം മുത്തശ്ശിയുടെ തലയ്ക്കാ മോനെ. എടാ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു കയറി പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് അച്ഛനൊരു കാര്യം തീരുമാനിച്ചു. എന്താ? എന്ത് കാര്യാ? മുത്തശ്ശി ഒന്ന് പേരൂർക്കട വരെ കൊണ്ടുപോകാൻ പോവാ. അവിടെ എന്താ അച്ഛാ? അവിടെയല്ലേ മോനെ ഊളംപാറയുള്ളത്, മാനസിക ആരോഗ്യ കേന്ദ്രം. അവിടെ കൊണ്ടൊരു ഷോക്ക് കൊടുക്കാം. എന്താ? ഇപ്പോഴാണെങ്കിലേ 2 ഷോക്ക് മതി. ഏതായാലും ഞാൻ ഇവിടുത്തെ കറണ്ട് ബില്ല് കൊടുക്കുന്നുണ്ട്. എന്നാ പിന്നെ ആ കറണ്ട് ബില്ലൂടെ ഞാനും കൊടുത്തേക്കാം. നിത്യമോള് ആ ജലപീരങ്കി എടുത്ത് പ്രയോഗിച്ചു. സുതിമോൻ ഇറങ്ങിപ്പോയി. അയ്യോ അയ്യോ, ഞാനെവിടെ? എവിടെയാ? അയ്യോ അയ്യോ, എനിക്ക് എന്താ പറ്റിയത്? അയ്യോ അയ്യോ, ഞാൻ എവിടെയാ? അയ്യോടാ അമ്മേ, സുതിമോനിപ്പോ വന്നിട്ട് പോയായിരുന്നു. അവൻ പറഞ്ഞ പരിഹാരക്രിയകളൊന്നും നീ ദേവിയെ കൊണ്ട് ചെയ്യിക്കാത്തതിന്റെ സങ്കടം പറയാൻ വന്നതായിരിക്കും. അതൊന്നും പറഞ്ഞില്ല. പറയാത്തതിന് കാരണമുണ്ടേ. എന്ത്? സുതിമോൻ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ എന്റെ അടുത്ത് വന്നായിരുന്നു. അവന് ശാന്തി കിട്ടാനുള്ള പരിഹാരക്രിയകളും പറഞ്ഞായിരുന്നു. എന്ത് പരിഹാരക്രിയ? അന്ന് സുതിമോൻ വന്നപ്പോ പറഞ്ഞ ആ പളനി യാത്രയൊക്കെ ഉണ്ട്. പക്ഷേ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്ത് മാറ്റം? പറയാം. അമ്മയും നിത്യയും ശരത്തുമോനും കൂടി പളനിക്ക് പോണം. നിത്യമോള് മുട്ടിലഴഞ്ഞ് മല കയറണം. ശരത്തുമോൻ മുടിയൊക്കെ മൊട്ടയടിച്ച് മൊട്ടത്തലയിൽ കളവം പൂശണം. അമ്മ നാക്കെ ശൂലം കുത്തി 41 ദിവസം ഭജനയിരിക്കുന്നു. അയ്യോ, അച്ഛൻ ചുമ്മാ ഇല്ലാത്തതൊന്നും പറയല്ലേ. എന്റെ മുത്തശ്ശിക്ക് പറയാമെങ്കിൽ എനിക്കും പറയാമല്ലോ. എന്റെ അമ്മയ്ക്ക് നാണമില്ലേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഐഡിയയും ബാധകേറലുമായിട്ട് വരാൻ? അമ്മേ, ഇത് AI യുഗവാ.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം. അമ്മ പുതിയ പുതിയ നമ്പരുമായിട്ട് വാ. ദേ ഈ ശരത് മോനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ശരത് മോൻ ഐഡിയയുടെ അക്ഷയ പാത്രമല്ലേ? ഞാൻ ആ കോൺഫ്ലെക്സുമായിട്ട് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞതല്ലേ. ആദ്യം സാറിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് ഞാൻ ഓർത്തതാ. പിന്നെ ചിന്തിച്ചപ്പോ അത് വേണ്ടാന്ന് തോന്നി. സാർ ഒറ്റയ്ക്ക് അവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. കാഞ്ചന അപ്പച്ചി ഒന്നും ഒറ്റയ്ക്കും പറഞ്ഞു വരും. സാറ് മറുപടി പറയും. പിന്നത് വഴക്കാവും. ആ അത് ശരിയാ. അങ്ങനെ നീർക്കൊലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് ഉറപ്പായി. കാഞ്ചന അപ്പച്ചിക്ക് പൊടുന്നനെ ഈ ധൈര്യം എവിടുന്ന് വന്നുവെന്നാ മനസ്സിലാവാത്തത്. എന്ത് ധൈര്യം? ഇത് ധൈര്യമൊന്നുമല്ല, രണ്ടും കൽപ്പിച്ചൊരു എടുത്തുചാട്ടം. അപ്പച്ചി ഒന്ന് കളിച്ചു നോക്കുക, ഡാഡിയെ വെറുതെയിൽ കിട്ടുമോന്ന്. നിന്റെ അപ്പച്ചിയുടെ എടുത്തിയാട്ടമാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. എത്ര ചാടിയിട്ടെന്താ? ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയാൽ ചട്ടിയോളം, അത്രയേ ഉള്ളൂ. അതെ, ഡാഡി പറഞ്ഞത് കറക്റ്റാ. ഈ പഴഞ്ചൊല്ലില് പതിരില്ലാന്ന് പറയുന്നത് ശരിയാ. വേറൊരു ഫേമസ് പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? എന്ത്? ഒരു വാശിക്ക് കിണറ്റി ചാടാം, 1000 വാശി കൊണ്ട് തിരികെ ചാടി കയറാൻ പറ്റത്തില്ലെന്ന്. ആ, അങ്ങനെ ഇന്ന ആളൊന്നൊന്നുമില്ല. പൊട്ടക്കിണറ്റി ചാടി എല്ലാവർക്കും വേണ്ടി ജനറലായിട്ട് പറഞ്ഞതാ. അതിന് ഇനി എന്തിനാ നോക്കുന്നത്? ഷെടാ, തെങ്ങുള്ള നാട്ടിലൂടെ തേങ്ങയും കൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ആ ഇനി പഴഞ്ചൊല്ല് നിർത്തി ഫുഡ് ഓർഡർ ചെയ്യാം. മോൾക്ക് എന്താ വേണ്ടത്? വേറെ ഓർഡർ ശ്രുതിമോള് പറഞ്ഞു. എനിക്ക് മിക്സഡ് നൂഡിൽസ്. സാറിനോ? എനിക്ക് ചപ്പാത്തി പിന്നെ ചിക്കൻ ചിക്കൻ കറി. എനിക്കും അത് മതി. നിനക്കോ? എനിക്കൊരു ചിക്കൻ സൂപ്പ് മാത്രം മതി. ആ, ചിക്കൻ സൂപ്പ്. ശരി. ഡോക്ടർ അക്ബറ ജനറൽ ഹോസ്പിറ്റലാണ്. ആ, നമ്മുടെ മെഡിക്കൽ അസോസിയേഷന്റെ നേതാവ്. ഹലോ അക്ബർ. ഹലോ ഹലോ അക്ബർ. ഹലോ ഹലോ ഹലോ, റേഞ്ച് കുറവാ. പ്ലീസ് ഹോൾഡ്. ഞാൻ റെസ്റ്റോറന്റ് പുറത്തേക്ക് ഇറങ്ങാം, ഇപ്പൊ വരാം. ഹലോ ഹലോ അക്ബർ. ഹലോ. എന്നാലും ഡാഡി, അപ്പച്ചിക്ക് പെട്ടെന്ന് ഇത്രയും ധൈര്യം? ഞാൻ പറഞ്ഞില്ലേ, അന്ന് പുറത്തു പോയി വന്നതിന് ശേഷം അപ്പച്ചിക്ക് മാറ്റം. എന്റെ നിഴലിന്റെ മുന്നിൽ പോലും നിവർന്നു നിൽക്കാൻ ധൈര്യമില്ലാത്തവളാണ്. ഇപ്പോൾ എന്റെ അന്നം മുടക്കി വീടിന് പുറത്തേക്ക് വിട്ടിരിക്കുന്നു. നിരഞ്ജൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഒരു വാശിക്ക് കിണറ്റിൽ ചാടിയതിന്റെ ഫലമാ ഇപ്പൊ ഈ കൈയും കാലൂട്ട് അടിക്കുന്നത്. ഞാനിപ്പോ എന്ത് വേണമെന്നാ ഡാഡി പറയുന്നേ? ഒന്നും വേണ്ട, നിരഞ്ജൻ പറയുന്നത് പോലെ അനുസരിക്കുക, അത്ര തന്നെ.